എന്താണ് വാഹനത്തിൽ വരുന്ന EGR? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷനെയാണ് EGR എന്ന് ചുരുക്കി പറയുന്നത്. വാഹനങ്ങളിൽ സെഷൻ സ്ട്രോക്കിന്റെ സമയത്ത് എയറിന്റെ കൂടെ നൈട്രജനും എഞ്ചിനുള്ളിൽ കയറും. ഫയറിംഗ് നടക്കുമ്പോൾ ഓക്സിജൻ കത്തും. നൈട്രജൻ കാർബൺ മോണോക്സൈഡിന്റെ കൂടെ പുറത്തു പോവുകയും ചെയ്യും. പക്ഷേ പുതിയ വാഹനങ്ങളിൽ എഞ്ചിനുള്ളിലെ ചൂട് 1500°C മുകളിൽ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ വാഹനങ്ങളെല്ലാം ടർബോ പിടിപ്പിച്ച് വരുന്നതുകൊണ്ടാണ് അത്രയും ചൂട് കൂടാൻ കാരണം. ഇത്രയും ചൂട് കൂടുമ്പോൾ നൈട്രജൻ കുറച്ച് പ്രശ്നക്കാരനാണ്. നൈട്രജൻ വിഘടിച്ച് നോക്സ് ഉണ്ടാകും. നോക്സ് ഓക്സോൺ പാളിക്ക് തകരാറുണ്ടാക്കാൻ ഒന്നാമത്തെ കാരണക്കാരനാണ്. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് EGR. ഒരു പരിധിക്ക് മുകളിൽ കമ്പഷൻ ചേമ്പറിൽ ചൂട് കൂടുമ്പോൾ മാനിഫോൾഡിലേക്ക് ഒരു സോളിനോഡിന്റെ സഹായത്തോടെ വീണ്ടും സെഷൻ സ്ട്രോക്ക് നടക്കുമ്പോൾ കടത്തിവിടും. അങ്ങനെ കത്തിത്തീർന്ന ഒരു വസ്തുവിനെ നമുക്ക് പിന്നെയും കത്തിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ എഞ്ചിനുള്ളിലെ ചൂട് വീണ്ടും കുറയും. അങ്ങനെ കമ്പഷൻ ചേമ്പറിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ പൊല്യൂഷൻ കുറയുകയും ചെയ്യുന്നു. ഈ EGR വാൽവ് കമ്പനി മാനുവലി പറയുന്ന സമയത്ത് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് വാഹനത്തിന്റെ പിക്കപ്പ് വലിയൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ കറുത്ത പുകയൊക്കെ വരാൻ സാധ്യതയുണ്ട്. വാഹന സംബന്ധമായ പുതിയതും പഴയതുമായ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി.